അത്ര വലിയ കാര്യമായിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ടീച്ചർ പറഞ്ഞു അത് ചെറിയ പൊട്ടറാന്ന് നമ്മൾ കരുതി, എത്ര വലിയ പൊട്ടറ നമ്മൾ കരുതിയിരുന്നില്ല. എന്തും ആയിക്കോട്ടെ, ചെറിയ പൊട്ടര വലിയ പൊട്ടര നമ്മളെന്ന് രക്ഷിതാക്കളെ വിളിച്ചെന്ന് അറിയിക്കുന്ന ഇത്തരത്തിൽ ഇവിടെ കൊള്ളല്ലേ. ഇവരിത് ചെയ്തില്ല, നമുക്ക് അതേ പരാതിയുള്ളൂ. ഇവർ നമ്മളെന്ന് വിളിച്ചറിയിച്ചാൽ നമ്മൾ അപ്പോഴത്തേക്ക് സ്പോട്ടിൽ ഓടി എത്തിയിട്ട് നമ്മൾ എന്താ വേണം നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇവരിതൊന്നും ചെയ്തില്ല. കണ്ണൂർ വെടിവെപ്പൻചാലിലുള്ള അങ്കണവാടിയിൽ വെച്ച് കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടും ഉച്ചയോടുകൂടെ പരിക്ക് പറ്റിയിട്ടും വിവരം രക്ഷിതാക്കളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. എത്ര മണിക്കായി പരിക്ക് പറ്റുന്നത്? നിങ്ങളെങ്ങനെയാണ് എപ്പോഴാണ് വിവരം അറിയുന്നത്? നമ്മൾ അറിയുന്നത് അങ്കണവാടി വിട്ട് കുഞ്ഞിനെ വിളിക്കാൻ ചെല്ലുമ്പോൾ, അനിയത്തെ വിളിക്കാൻ ചെല്ലുമ്പോൾ അറിയുന്നത്. ടീച്ചർ പറഞ്ഞു കുഞ്ഞിന് ചെറുതൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, വീണിട്ടുണ്ടവൻ. അവർ 12 വീണിട്ടുണ്ട്, അന്വേഷണം പാലൊക്കെ കുടിച്ചാൽ ആക്റ്റീവ് വരുന്ന കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, നമ്മൾ മരുന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കേക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഞാനിപ്പോൾ ആലപ്പുഴയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്, നൈറ്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പം നൈറ്റ് ഇങ്ങനെ വരാനുള്ള പുറപ്പെടാണ് ആലപ്പുഴ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ടീച്ചർ പറഞ്ഞില്ല മരുന്ന് വെച്ചിട്ടുണ്ട്, നീ ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. അപ്പം വൈകുന്നേരം വിളിച്ച് ചേട്ടാ കുഞ്ഞിന് നല്ലൊരു പനിക്കുന്നു, നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ മുറിവിൻ്റെ ആഴം നീ എന്തോരം നോക്കാം, ജസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അനിയത്തത് കഴുകി കളഞ്ഞിട്ട് അപ്പോഴാണ് പറയുന്നത് എന്തോ ചായപ്പൊടി കൊടുത്ത് അല്ലെങ്കിൽ കാപ്പി പൊടി സംഭവമായിട്ടാ അതുപോലെ നമ്മൾ എന്തായാലും കഴുകി കളഞ്ഞിട്ട് മുറിവില് ടീച്ചർ എന്തോ വെച്ചിട്ടുണ്ട്. അത് വെറ്റാറിനാണോ അതുപോലെ കളർ സെയിം കളറല്ലേ, അപ്പോൾ എന്തോ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും നീ കഴുകി കളഞ്ഞിട്ട് ഫോട്ടോ അയക്കാൻ വേണ്ടി പറഞ്ഞു. ഫോട്ടോ അയച്ചപ്പം ഞാൻ പറയും അത്യാവശ്യം നല്ല മുറിവുണ്ട്. ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു നീ നേരെ എരിപുരത്തേക്ക് കൊണ്ടുപോക്കൂ, അത് നല്ല ചൂടുണ്ടെന്നല്ല പറയും, നേരെ എരിപുരത്തേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. ഇവരോട് നേരെ വൈഫ് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അനിയത്തേക്ക് കുഞ്ഞുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. വൈഫ് ജോലി കഴിഞ്ഞ് നേരെ മംഗലാപുരം തരുന്നു. അവൾ ട്രെയിൻ കയറി ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല ലേറ്റായി. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നേരെ എരിപുര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ ചെന്നപ്പം അവർ പറയുന്നു, അവർ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ കഴുകി നോക്കി അവർ പറയുന്നു എടാ ഇത് ഉള്ളിലേക്കുണ്ട് അവരോട് പറയുന്നു. അപ്പം അത് CT സ്കാൻ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നീ CT സ്കാൻ ചെയ്യാൻ പരിഹാരം മെഡിക്കൽ കോളേജ് വിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് റെഫർ ചെയ്ത് പരിഹാരം മെഡിക്കൽ കോളേജ് നടത്തി. പരിഹാരം മെഡിക്കൽ കോളേജ് എരിപുരത്ത് വന്നെന്ന് പറഞ്ഞു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നവിടെ CT സ്കാൻ ചെയ്യുന്നു പറഞ്ഞു. CT സ്കാൻ റിപ്പോർട്ട് എക്സ്റേ വന്നു. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം റിപ്പോർട്ട് ഫോണിലെന്താ വന്നത്. റിപ്പോർട്ട് ഫോണിൽ വന്നപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു അതായത് ഇന്റീരിയർ ബ്ലീഡിംഗ് ഉണ്ട്, നേരെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ അവിടെ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ തന്നെ ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് അറേഞ്ച് ചെയ്ത് അവിടെ ഏകദേശം 2 മണിക്ക് അവിടെ കയറി. ഇവിടെ ഒരു 6 മണി 5:30 അടുക്കുമ്പോൾ ഇവരെത്തി. ഞാനൊരു 3:30 ഞാനിവിടെ എത്തിയായിരുന്നു. ഇവരെന്നിട്ട് ഞങ്ങളപ്പോൾ തന്നെ ഉള്ളിൽ കയറി ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യണം, ഇത് CT സ്കാൻ ഒന്നും എടുക്കേണ്ട ഒരു കാരണം റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് ഇവർ പെട്ടെന്ന് അത് എന്തോ ബ്ലഡ് ക്ലോട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഇന്ത്യൻ ബ്ലീഡിങ് ആയതുകൊണ്ട് ഒരു ഫോണിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഡോക്ടർക്ക്. പിന്നെ റിപ്പോർട്ട് കിട്ടാതെ നമുക്ക് റിപ്പോർട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് അവിടെ പോയിട്ട് അവർ തന്നെ എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ കുഞ്ഞ് കാരണം ഭയങ്കരമായിട്ട് പറയുകയാണ്, ഭയങ്കര വരച്ചോണ്ടിരിക്കുകയാണ്. അതായത് കുഞ്ഞ് കയ്യും കാര്യമൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പുതിയ ട്രീറ്റ്മെൻറ്റ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ഇന്നലെ കഴിച്ചിട്ട് കുടിക്കുന്നില്ല. ഞാൻ സാറേ ഡോക്ടർ കുടിക്കുന്നില്ല പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യാം, പിന്നെ എന്തെങ്കിലും വെള്ളം മാത്രം കൊടുത്താൽ മതി, ആ കട്ടികളൊന്നും കൊടുക്കണം, വെള്ളം മാത്രം കൊടുത്താൽ മതി, നമ്മൾ പുതിയ ട്രീറ്റ്മെൻറ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണിപ്പം അവസ്ഥ എന്ന് വെച്ചാൽ അവനിപ്പം ഫുൾ ഡൗൺ ആണ്. ഫുൾ ഡൗൺ ICUലാണോ? ഇപ്പോൾ 34th വാർഡിൽ കിടക്കുവാണ്. പക്ഷേ ആള് ആക്റ്റീവ് അല്ല, ആളിപ്പോഴും ഡൗൺ ആയി തന്നെ കിടക്കും. പറഞ്ഞു അച്ഛാ തലവേദന എടുക്കുന്നു, തലവേദന ഇപ്പോഴും അവനെ ഇറങ്ങിയപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്, തലവേദന. ഡോക്ടർമാരെന്താ ഇപ്പൊ പറയുന്നത്? ഡോക്ടർമാരെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രക്തസ്രാവം നിന്നിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അംഗനവാടി ടീച്ചറോട് ചോദിച്ചത് എങ്ങനെയാ പറ്റിയെന്നൊക്കെ? വീണതാന്നാ പറഞ്ഞത്. ഞാൻ ട്രാവൽ ചെയ്ത ടീച്ചറെ വിളിച്ചത്, പിന്നെ ഇങ്ങോട്ട് വരുന്ന തിരക്കും കാര്യങ്ങളും കാരണം കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചില്ല. രാവിലെ ടീച്ചർ വിളിച്ചൊരു വൈഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈഫിനോട് സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചില്ല എന്താ അറിയിക്കാതിരുന്നുള്ള കാര്യം. അത് അത്ര വലിയ കാര്യമായിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ടീച്ചർ പറഞ്ഞത് അത് ചെറിയ പൊട്ടറാന്ന് നമ്മൾ കരുതി, എത്ര വലിയ പൊട്ടറ നമ്മൾ കരുതിയിരുന്നില്ല. എന്തും ആയിക്കോട്ടെ, ചെറിയ പൊട്ടര വലിയ പൊട്ടര നമ്മളെന്ന് രക്ഷിതാക്കളെ വിളിച്ചെന്ന് അറിയിക്കുന്ന ഇത്തരത്തിൽ ഇവിടെ കൊള്ളല്ലേ. ഇവരിത് ചെയ്തില്ല, നമുക്ക് അതേ പരാതിയുള്ളൂ. ഇവർ നമ്മളെന്ന് വിളിച്ചറിയിച്ചാൽ നമ്മൾ അപ്പോഴത്തേക്ക് സ്പോട്ടിൽ ഓടി എത്തിയിട്ട് നമ്മൾ എന്താ വേണം നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇവരിതൊന്നും ചെയ്തില്ല. ഇവർ പറയുന്നത് നമ്മളത്ര വലിയ കാര്യമായിട്ട് കണ്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ പോലീസ് പരാതി കൊടുക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ കുഞ്ഞുള്ളത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഇവർ പ്രധാനമായും പറയുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളെ അറിയിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്, ഒരു കടമ ഉത്തരവാദിത്തം ചെയ്യേണ്ടതുണ്ട്. അത് അംഗനവാടി ടീച്ചർ ചെയ്തില്ല. കുട്ടിക്കുള്ള ചികിത്സ അതോടുകൂടെ നേരം വൈകുകയും ചെയ്തു എന്നുള്ളതാണ്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.